പഠനത്തിനു പുറമെ സ്വാശ്രയ ബോധവും കുട്ടികളിൽ അധ്വാനിക്കാനുള്ള സന്നദ്ധതയും വളർത്തുവാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ വണ്ടൻമേടിന് ഹരിതവിദ്യാലയത്തിനോട് പറയാനുണ്ട്. 7 തരം പച്ചക്കറികൾ വളർത്തുന്ന യങ് ഫാമേഴ്സ് ക്ലബ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ വണ്ടൻമേടിന് ഹരിതവിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ ഭാഗമായ എൻ്റെ വിദ്യാലയം സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1953 ഒരധ്യാപകരുമായി ആരംഭിച്ച എൻ്റെ വിദ്യാലയം 1324 കുട്ടികളും 43 അധ്യാപകരും 5 അനധ്യാപകരുമായി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, സാങ്കേതിക മികവ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി മീര മാം, നിങ്ങളുടെ സ്കൂളിൽ അടുത്തത് ജോയ്സ് ഏതൊക്കെ സിനിമകളാണ് ഇത്തവണ കണ്ടത്? സ്കൂളിൽ വന്നതിന് ശേഷം സ്കൂളിലെ സിനിമകളൊക്കെ കാണിച്ചില്ലേ? ഏതൊക്കെ സിനിമകളാണ് മോൻ കണ്ടത് ഈ വർഷം? ഒരു ആധുനിക കാലത്തിൻ്റെ യന്ത്രങ്ങളെപ്പറ്റിയും മോഡേൺ ടൈംസ് ആധുനിക കാലത്തിൻ്റെ ഉത്കണ്ഠകൾ എന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു രസകരമായ ഒരു ഫിലിം ഞങ്ങൾ കാണുകയുണ്ടായി. ആ സിനിമയെക്കുറിച്ച് മോൻ്റെ അഭിപ്രായം എന്താണ്? ആ സിനിമയെന്ന് പറയുന്നത് വളരെ നല്ലൊരു സിനിമയാണ്. നമ്മൾ യന്ത്രയുഗം വന്നു കഴിഞ്ഞാൽ അന്നേരം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അതിൽ പറയുകയാണ്. അതിൽ ചാർലി ചാപ്ലിൻ ഒരു യന്ത്ര ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനാണ്. അപ്പോൾ അവിടെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുക, ഒരു സീൻ ഏതാണ് മോൻ ഇപ്പോഴും ഓർക്കുന്നത്? ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മോൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു സീൻ ഏതാണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രംഗം. ചാർലി ചാപ്ലിൻ ഒരു യന്ത്ര ഫാക്ടറിയിലെ ആളാണ്. അവിടെ ഞട്ട് മുറുക്കുന്ന പണിയാണ് ചാർലി ചാപ്ലിനുള്ളത്. അന്നേരം ആ ജോലി കഴിയുമ്പോഴും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ആ ജോലി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേന് ആ സാധനം കൊണ്ട് ഒരാളിങ്ങനെ നടന്നു വരുമ്പോഴത്തേന് അയാളുടെ ബട്ടൺസ് ഇങ്ങനെ പോയി തിരിക്കാൻ തുടങ്ങും. ബട്ടൺസും തിരിക്കാൻ തുടങ്ങും. ആ യന്ത്രത്തിൻ്റെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതുമൂലം എപ്പോഴും ആ പ്രവൃത്തിയിലോട്ട്. അതിൽ എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ യന്ത്രത്തിന് കൂടുതലും അടിമകളാവുകയും യന്ത്രം പറയുന്ന പോലെ യന്ത്രത്തിലൂടെ എല്ലാ കാര്യങ്ങളും സാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ യന്ത്രത്തിൻ്റെ രീതിയിലായിരിക്കും നമ്മളുടെ പെരുമാറ്റവും എല്ലാം. എടുക്കാൻ ശരി. എന്താ പറയുക, ഈ പത്രമാധ്യമങ്ങൾ ഈ സമൂഹത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് മോൻ്റെ അഭിപ്രായം? പത്രമാധ്യമങ്ങളിലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. എന്ത് നടന്നാലും അത് ആ സമയം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റി എന്താ അഭിപ്രായം? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അങ്ങനെ ഒരാളെ ഇപ്പം നമുക്ക് ആവശ്യമുണ്ടോ? ഇപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റുമോ? എന്താ നമുക്ക് തോന്നുന്നത്? അദ്ദേഹം ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണത്. എന്തുകൊണ്ടത്? അത് നമ്മുടെ പത്രങ്ങളിൽ അദ്ദേഹം കുറെ കേരള ദർപ്പണം പോലുള്ള പത്രങ്ങളിലെല്ലാം അദ്ദേഹം പ്രസാധകനായിട്ട് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകൾ ഞങ്ങൾ ഇത്തവണ പഠിച്ചിട്ടുമുണ്ട് മലയാളത്തിൽ. അദ്ദേഹം 1910 നാട് കടത്തപ്പെടുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹം ഒരുപാട് വായിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പത്രക്കാരൊന്നും വായിക്കുന്നില്ല എന്ന അഭിപ്രായം? അല്ല, വായിക്കുന്നില്ല എന്ന അഭിപ്രായമില്ല. എല്ലാവരും വായിച്ച് അവര് പൊതുസമൂഹത്തിൽ ഇറങ്ങിയോണ്ടല്ലേ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ല, ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലെ ഇപ്പോഴത്തെ പത്രങ്ങൾ സത്യസന്ധമായ സമീപനാണോ പുലർത്തുന്നത്? എന്താ മോളെ അഭിപ്രായം? സത്യസന്ധമായ സമീപനാണോ? പൂർണ്ണമായിട്ടും അല്ല. അശ്വതി, നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാഗസിൻ ഉണ്ടല്ലേ? എന്താണ് അതിൽ ചെയ്തിരിക്കുന്നത്? മോളത് കണ്ടിട്ടുണ്ടോ? നീ ഉറക്കെ പറയണോ? ഉണ്ട്. അതിലെന്താണുള്ളത്? അതിൽ കുട്ടികളുടെ പോരാ, ശബ്ദം പോരാ. കുട്ടികളുടെ
അവരുടെ കഴിവിനനുസരിച്ചുള്ള വിവരണങ്ങളും ചിത്രങ്ങളും. അയ്യോ അതൊന്നുമല്ല, എന്താ അതിലുള്ള 2 കാര്യങ്ങൾ എന്നോട് പറയും. മോൾ കണ്ടപ്പോൾ ഉള്ള ഡിജിറ്റൽ മാഗസിനിൽ എന്താണ് അതിലുള്ളത്? മോൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അതിൽ? ഇല്ല. അതിൽ അതിൽ സംഭാവന ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഡിജിറ്റൽ മാഗസിനിൽ? ആ മോൻ പറയൂ, എന്താണ് ഡിജിറ്റൽ മാഗസിനിലുള്ളത് നിങ്ങളുടെ? ഞങ്ങൾ ഡിജിറ്റൽ മാഗസിൻ ലേഖനങ്ങൾ, കവിതകൾ, കഥകൾ, ചിത്രങ്ങൾ, ആ പിന്നെ കുട്ടികളുടെ അതിനൊരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ടോ? അതിനൊരു സ്ഥിരമായ സ്ട്രക്ചർ ഉണ്ടോ? ഇങ്ങനെയാണ് ആദ്യം ഉണ്ടോ? അതിനൊരു എഡിറ്റോറിയൽ, ഒരു എഡിറ്ററൊക്കെ ഉണ്ടോ ആ മാഗസിന്? എഡിറ്റർ ഉണ്ട്. ആണോ? എഡിറ്റോറിയൽ ഉണ്ടോ അതിന്? എഡിറ്റോറിയലും ഉണ്ട്. ആരാണ് അതിൻ്റെ എഡിറ്റർ? IT ക്ലബ് സെക്രട്ടറി. വന്നിട്ടുണ്ടോ IT ക്ലബ് സെക്രട്ടറി? ഇല്ല. ഇല്ല. എന്നാലും എന്തിനാണ് ഈ ഡിജിറ്റൽ മാഗസിൻ നിങ്ങൾ ഉണ്ടാക്കിയത്? ലോകം എന്ന ഡിജിറ്റൽ യുഗത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയൊന്നും വേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. ലോകത്തെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾ എന്തിനാണ് ഡിജിറ്റൽ മാഗസിൻ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കിയത്? നിങ്ങളുടെ IT ക്ലബ് ഒരു ഡിജിറ്റൽ മാഗസിൻ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മോൻ തന്നെ പറയണമെന്നില്ല, ആതിര പറയൂ എന്നാൽ. അയ്യോ ആതിര സംസാരിച്ചില്ല, ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളോട്. ഓരോരുത്തരുടെ കഴിവുകൾ പേപ്പറിലും മറ്റും എഴുതുമ്പോൾ അത് ഒരുപാട് കാലം നിലനിൽക്കില്ല. ഡിജിറ്റൽ മാഗസിനിലാകുമ്പോൾ അത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാനും കഴിയും. അതൊരു ഗുണം. വേറൊരു ഗുണം കൂടെ പറയോ? കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കലകളും നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് ഒരു സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യും. കമ്പ്യൂട്ടറിൽ തന്നെ സാങ്കേതിക മികവിൽ കൂടെ തന്നെ നമുക്ക് സാധാരണ പേപ്പറേജിലൂടെ ചെയ്യുന്നതിനെ IT-യിലൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സാധാരണ പേപ്പർ ചെയ്യുന്നത് കമ്പ്യൂട്ടറും ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു അനുഭവം. ആ അനുഭവം എത്ര പേർക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ സ്കൂളിൽ? മോഡൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 46 കുട്ടികളുള്ളതിൽ എത്ര പേർക്ക് കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും? മലയാളം ടൈപ്പ് ചെയ്ത് ഒരു ലേഖനമാണെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്ത് അതിനെ ഫോർമാറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി അതിനെ അപ്ലോഡ് ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? പൂർണ്ണമായിട്ട് പറ്റില്ല, പക്ഷേ എല്ലാവർക്കും ഓരോ കാര്യങ്ങളിലോട്ടാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇപ്പം ടച്ച് പെൻ ഉപയോഗിച്ച് അങ്ങനെയുള്ള മേഖലയ്ക്ക് പോകാം. അല്ലാതെ രചനകൾ രചിക്കുന്നവർക്ക് അങ്ങനെ. എന്നാൽ എല്ലാവർക്കും മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമോ നിങ്ങളുടെ ക്ലാസ്സിൽ? പൂർണ്ണമായി എല്ലാവരും ടൈപ്പിംഗ് പഠിച്ചിട്ടില്ല. എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് വേണ്ട, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ഒരു ഓപ്പൺ ചെയ്ത് ഒരു ഫോൾഡർ തുറന്ന് സേവ് ചെയ്ത് അത്രയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ പാഠ്യപദ്ധതിയുമായിട്ട് അനുബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനും അതൊക്കെ അറിയാമോ? അതിപ്പോഴത്തെ കാലത്ത് ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു വശമല്ലേ. അതായത് ഒരു അത്യാവശ്യം ഒരു സംശയം തോന്നിയാൽ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങളുടെ പ്രോജക്റ്റ് അസൈൻമെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളിലായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ സ്ഥാനത്തോടെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് നെറ്റ് കണക്ഷൻ എടുത്ത് ചെയ്യാറ്. ശില്പ, നിങ്ങളുടെ ലൈബ്രറിയിലെ ആവശ്യത്തിന് പുസ്തകങ്ങളുണ്ടോ? ഞങ്ങളുടെ ലൈബ്രറിയിൽ റെഫറൻസ് പുസ്തകങ്ങളും ഞങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ആവശ്യമായ പുസ്തകങ്ങൾ അല്ലാതെയുള്ള പുസ്തകങ്ങളുണ്ടോ? അല്ലാതെ സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളമുണ്ട്. സാഹിത്യം അല്ലാതെ സയൻസ് പുസ്തകങ്ങളുണ്ടോ? ഉണ്ട്. വിഷയാടിസ്ഥാനത്തിലാണ്. പോപ്പുലർ സയൻസ് എന്ന് പറയുന്നത്. പോപ്പുലർ സയൻസ് വെച്ചാൽ എന്താ അറിയാമോ? എന്താണ് എന്നുവെച്ചാൽ സയൻസിനെ പറ്റി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. അങ്ങനത്തെ പുസ്തകങ്ങളുണ്ടോ? ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കണ്ടത്? ഞാൻ അങ്ങനെ സയൻസ് പുസ്തകങ്ങളൊന്നും ധാരാളം വായിച്ചിട്ടില്ല. സയൻസ് പിന്നെ നിവൃത്തിയില്ലെങ്കിൽ പഠിക്കണമെങ്കിൽ വായിക്കുക, അത്രയേ ഉള്ളൂ. സയൻസ് അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? പോപ്പുലർ സയൻസ് പറയും. മെൽബിൻ അല്ലേ? മെൽബിൻ പറയും. മെൽബിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു പോപ്പുലർ സയൻസ് പുസ്തകം ഏതാ? ഹിസ്റ്ററി ഓഫ് സയൻസ്. ഹിസ്റ്ററി ഓഫ് സയൻസ്. അതിലൊരു ചെറിയ കുസൃതിയുണ്ട്. വേറെ ഏതുണ്ട്? ശാസ്ത്രം നാളുകളിലൂടെ. ശാസ്ത്രം നാളുകളിലൂടെ. അതാരെഴുതിയ പുസ്തകം? ജെയിംസ് ജോയ്സിൻ്റെ. അത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വായിച്ചത്? മലയാളത്തിലാണ് വായിച്ചത്. ഇംഗ്ലീഷിലുള്ള സയൻസ് ബുക്സ് ഉണ്ടോ? പോപ്പുലർ സയൻസ്. നിങ്ങളുടെ ഇംഗ്ലീഷും നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ ഇംഗ്ലീഷിലുള്ള പോപ്പുലർ സയൻസ് ബുക്സ് അതാണ് സാർ. ഹിസ്റ്ററി ഓഫ് സയൻസ്. അത് ആരുടെ ബുക്കാണ് വായിച്ചത്? ജെയിംസ് ക്രിക്കിൻ്റെ. അത് ഒറ്റ വോള്യമായിട്ടുള്ളതാണോ ഒരുപാട് സീരീസ് ആയിട്ടുള്ളതാണോ? സീരീസ് ആയിട്ടുണ്ട്. വേറെ ആ മേഖലയിൽ എന്തെല്ലാം പുസ്തകങ്ങളുണ്ട്? ഹിസ്റ്ററി ഓഫ് സയൻസിൽ എന്തെല്ലാം പുസ്തകമുണ്ട്?
ഹിസ്റ്ററി ഓഫ് സയൻസ് വോളിയൂംസ് ആയിട്ട് തിരിച്ച് പുസ്തകങ്ങളുണ്ട്. പിന്നെ വേൾഡ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ് അല്ലേ? പോപ്പുലർ സയൻസ് ചെറിയ പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്, അത് നോക്കണം. അങ്ങനെ മൊത്തം നിങ്ങളുടെ ലൈബ്രറിയിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് കുട്ടികൾ നോക്കിയിട്ടുണ്ടോ? 2800 പുസ്തകങ്ങളുണ്ട്. 2200. അത് ഒരു ഹൈസ്കൂളിൻ്റെ ലൈബ്രറിക്ക് അത് മതിയോ? അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ ഉള്ള അത്രയും പുസ്തകങ്ങളുണ്ട്. അത് അത്രയും ഉപയോഗിക്കണ്ടു എന്ന് തീരുമാനിച്ചാൽ അത്രയും മതി അല്ലേ? സാർ, ഞങ്ങൾ അതിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഒരു 10 ഇരട്ടി പുസ്തകങ്ങൾ ഉള്ള ലൈബ്രറികളുള്ള സ്കൂളുകളാണ് ഇവിടെ വന്നത്. പലരും കേട്ടോ. ഞങ്ങളുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ അവരുടെ പിറന്നാൾ സമ്മാനമായി പുസ്തകങ്ങൾ ഈയിടെയായിട്ട് പലരും തുടങ്ങിയിട്ടുണ്ട്. അത് ഈ 2010 പിറന്നാൾ മുതലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പുസ്തകം ആയേനെ ഇല്ലേ? കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ടും 2200 ആയുള്ളൂ. നിങ്ങൾ 1300 കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പ് എത്ര പുസ്തകം ഉണ്ടായിരുന്നിരിക്കും നിങ്ങളുടെ ലൈബ്രറിയിൽ? അത് ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാടൻ പാട്ടുകൾ ഇടുക്കിൻ്റെതായിട്ടുള്ള നാടൻ പാട്ടുകൾ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സ്കൂളിൽ? നാടോടി പാടലുകൾ നിറയെ 4-5 പാടലുകളെല്ലാം ചൊല്ലിക്കൊടുക്കും. പിന്നെ ഞാറ്റ് നടുമ്പോത് പാടുകിൻ്റെ പാടൽ, அப்படிப்பட்ட പാടലുകളെല്ലാം ചൊല്ലിക്കൊടുക്കും. പിന്നെ സൈകை പാടൽ LP 4ஆம் வகுப்பு வரையில குழந்தைகளானதுனால செய்கை பாடல் வழி அவங்களுக்கு கல்வி கற்பிப்போம். ഇടുക്കിക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള നൃത്തരൂപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അവർക്ക് അറിയാമോ? നാടോടി നടനം ചൊല്ലിക്കൊടുക്കുന്നതുണ്ട്. പിന്നെ സ്വർപ്പളിവുകൾ ചൊല്ലിക്കൊടുക്കുന്നതുണ്ട്. പിന്നെ ടീച്ചർ ചൊല്ലിക്കൊടുക്കുക അല്ലാതെ ഈ കുട്ടികൾക്ക് അത് നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? സ്കൂളിൽ CD പോട്ട് കാണിച്ചു കൊടുപ്പം. ആതിരയോട് വന്നിട്ട് ഒരു കുറച്ചുകൂടി ചെറിയൊരു മോൻ വന്നിട്ട് ചോദിക്കുക, ഈ A+B² എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ പറഞ്ഞു കൊടുക്കുക? സാധാരണ ഭാഷയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പറ്റുമോ? അങ്ങനെ അതിൽ എയും ബിയും ഒക്കെ എന്താ സാധനം? എ ഒരു ബെഞ്ചും ബി ഒരു ഡെസ്കും ആവാൻ പറ്റുമോ? നീളവും വീതിയും ആവണം തന്നെ ഉണ്ടോ? വെറുതെ ആവാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഇരട്ടി കാണാൻ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ കാണാനായിട്ട്. അതായത് 5+4 എന്ന് വെച്ചിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് അല്ല, വർഗം അല്ലേ? സ്ക്വയർ വർഗം. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലോ മലയാളം മീഡിയത്തിലോ എങ്ങനെ പഠിക്കാം? മലയാളം അല്ലേ? അപ്പൊ വർഗല്ലേ? 5+4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് അതിനി 5+4 അല്ലാതെ എന്തെങ്കിലും വേറെ പറയാലോ? 5 × 5 4 × 4 അങ്ങനെ അല്ല, ഞാൻ ഇങ്ങനെ തുടങ്ങി വെക്കാം. ഞാൻ തുടങ്ങി തരാം, ബാക്കി പറയാമോ? 2 സംഖ്യകളുടെ തുകയുടെ വർഗം. ബാക്കി പറയാമോ? നമ്മൾ പാഠപുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇതിപ്പോ 8ാം ക്ലാസ്സിലല്ലേ ഈ സർവ്വസമവാക്യം എന്ന് പറഞ്ഞിട്ടുള്ളത്? 8ാം ക്ലാസ്സിലെ ബീജഗണിതത്തിലല്ലേ? അതെ. അപ്പൊ അത് വായിച്ചിട്ടുണ്ടോ പാഠപുസ്തകം? വായിക്കണം കേട്ടോ. അതിലിങ്ങനെയൊന്നും അല്ല തുടങ്ങിയിരിക്കുന്നത്. என்ன தமிழ்ல மார்க்ஸ் கேட்கணுமா, மலையாளத்துல கேட்கணுமா, எந்த லாங்குவேஜ்ல கேட்கணுமா மார்க்ஸ்? மலையாளமா? என்னை விட்டு மோசம்ல, எனக்கும் தமிழ் கொஞ்சம் கொஞ்சம் தெரியும். ഇനി പറയണ്ട. ഇനി പറയുന്നില്ല. ഇനി പറഞ്ഞാലൊന്നും ഇല്ല, പറയാനായിട്ട് അറിയാവുന്നുള്ളതൊക്കെ തീർത്ത്. സോ നിങ്ങളുടെ ഗ്രേഡ്സ് നമുക്ക് ചോദിക്കാം. സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ വണ്ടൻമേടിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 88.1 out of 100.